സിപിഎമ്മായിട്ട് അവർക്ക് ബന്ധമില്ലെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. അല്ല, ഡിവൈഎഫ്ഐക്ക് അവരുടേതായിട്ടുള്ള നിലപാടുകൾ. ഡിവൈഎഫ്ഐക്ക് ഒരു ബന്ധമില്ല. കാരണം അവർ ആ കിടക്കുന്ന ലെൻ സെന്ററിൽ ഒരു റൂമുണ്ട്, AK സെന്ററിൽ റൂമുണ്ട്, പക്ഷെ ഒരു ബന്ധമില്ല. അല്ല, ഞാൻ പറയുന്നത് ഈ പറയുന്ന ഡിവൈഎഫ്ഐക്ക് ഡിവൈഎഫ്ഐയുടെ അവരുടേതായിട്ടുള്ള അവരുടേതായിട്ടുള്ള നേതാക്കളുണ്ട്. എപ്പോഴാണ് നിലപാട് തരണം? അത് എല്ലാം ഈ പറയുന്ന പോലെ ഒരു പോഷക സംഘടന. വേറെ കാര്യം, CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരാൾക്ക് ചാർജ് ഉണ്ട്. എന്താണെന്ന് അറിയാമോ ചാർജ്? നേരത്തെ MV രാഘവനായിരുന്നു ആ ചാർജ്. SFIയുടെയും DYFIയുടെയും ചാർജ് കൊടുക്കുമായിരുന്നു. അതുപോലെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ചാർജ് കൊടുക്കുമായിരുന്നു. പക്ഷെ എന്നിട്ട് താങ്കളെ പോലെയുള്ള പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന നിഷ്കളങ്കർ പറയുന്നത് എന്തില്ലെന്നാണ്, അവർക്ക് സ്വതന്ത്ര വ്യക്തിത്വം ഉണ്ടെന്നാണ്. അവർക്കൊരു സ്വാതന്ത്ര്യമല്ല, ഇവരുടെ പോഷക സംഘടന തന്നെയാണ്. എനിക്ക് നല്ല ബോധമുണ്ട്, താങ്കൾക്ക് അതില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ സംഘപരിവാറിന്റെ സംഘടനകളിൽ ഒന്നാണ് ഈ ഹിന്ദു ഐക്യവേദി. ഇവരെന്ത് ചെയ്യും? തീവ്രത കൂട്ടിപ്പറയും. കാരണം ഇവർക്ക് ഇത് കൂട്ടിപ്പറഞ്ഞ് അവർക്ക് ശീലമുള്ളൂ. അതുകൊണ്ട് ശശികല ഇവർ വെച്ചുകൊണ്ടിരിക്കും. ശശികല ഇവരെന്ത് ചെയ്യും? ഇവർ പൂവിട്ട് പൂജിക്കും. ശശികല ഇവരെന്ത് ചെയ്യും? ഇൻഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യും. അതേസമയം തന്നെ ശശികല ഒന്ന് അറസ്റ്റ് ചെയ്ത് നോക്കട്ടെ, ഇവിടെ ആരൊക്കെ പ്രതികരിക്കും നമുക്ക് കാണാം. ഇവർ ഇത് സപ്പോർട്ട് ചെയ്യും. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്നിട്ട് ഈ വർത്തമാനവും പറയും എന്തെന്ന്, കേക്കുമായിട്ട് എല്ലാം പറയും ഞങ്ങൾ ആളല്ലട്ടാന്ന് പറയും. പിന്നെ ഇവിടെയുള്ള ആരെയും പറ്റിക്കാൻ നോക്കണമെന്ന് ഇവർ വിചാരിക്കണം. കേക്കുമായിട്ട് എല്ലുമ്പോൾ സ്വീകരിക്കുകയും ചെയ്യും. കേക്കുമായിട്ട് എല്ലുമ്പോൾ സ്വീകരിക്കും. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, കേക്കുമായിട്ട് എല്ലുമ്പോൾ സ്വീകരിക്കും. പണ്ട് ബ്രിട്ടീഷുകാരുടെ പോലും കേക്ക് സ്വീകരിക്കും. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അവരുടെ നിലനിൽപ്പോക്കി നിൽക്കുള്ളൂ. ബിഷപ്പുമാരെയൊന്നും നമ്മൾ പറ്റിക്കാൻ പറ്റില്ല. ബിഷപ്പുമാരെയോ ക്രിസ്ത്യൻ സമൂഹത്തെയൊന്നും പറ്റിക്കാൻ പറ്റില്ല.